ല്ലോ ഇത് നമ്മൾ പാച്ച് വർക്ക് പോലെ പുറത്തേക്ക് നല്ല വശത്തു നിന്നും ചീത്ത വശത്തു നിന്ന് നല്ല വശത്തേക്ക് കൊടുക്കുന്നതാണ് ഇത് കണ്ടോ. അപ്പോൾ ഈ ഫേസിങ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിക്കുക. ഈ ഫേസിങ് കണ്ടോ, ഇവിടെ സ്ക്വയറും ഇവിടെ വി ആയിട്ട് വന്നിരിക്കുന്നത്. നൈറ്റിക്ക് എപ്പോഴും ഒരു കോമൺ ആയിട്ടുള്ളൊരു നെക്കാണിത്. നമ്മളെന്ത് ചെയ്തു, ഇവിടെ ഒരു അരിക്ക് 1/4 ഇഞ്ചിൽ ഇതുപോലെ മടക്കി തയ്ച്ചു അല്ലേ, ചീത്ത വശത്തേക്ക്. ഇവിടെ മടക്കി വയ്ക്കുമ്പോൾ ഒന്ന് ബാറ് പൊക്കിയിട്ട് ഒന്ന് ഇവിടുന്ന് അങ്ങ് മടക്കി കൊടുക്കണം. ഒന്ന് മടക്കി തയ്ച്ചത് കേട്ടോ. അവിടെ ഈ പോയിന്റിൽ വരുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് മടക്കി വിടും. അങ്ങനെ ആ പോയിന്റുകൾ നമുക്ക് എടുക്കുള്ളൂ കേട്ടോ. ഓരോ പോയിന്റുകളും കറക്റ്റായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇനി എന്നാ ചെയ്യണം, നല്ല വശവും ഈ നല്ല വശം നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കണം. ചീത്ത വശത്ത് നല്ല വശം മുട്ടിച്ച് വയ്ക്കണം. കണ്ടോ, ഇങ്ങനെ വയ്ക്കുമ്പോൾ തിരിഞ്ഞ് പോകരുത് കേട്ടോ. ശ്രദ്ധിച്ചോ കേട്ടോ. കണ്ടോ, എന്താ ഇത് വയ്ക്കുന്നത്, എന്താ ഇങ്ങനെ വയ്ക്കുന്നതെന്ന് പറയാൻ തിരിഞ്ഞത് ഇങ്ങനെ അങ്ങോട്ട് വരാനുള്ളതാണ്. മനസ്സിലായോ? കണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വച്ചിട്ട് ഈ നെക്ക് നല്ല വശം ചീത്ത വശത്തേക്ക് മുട്ടിച്ചിരിക്കണം. ഈ പോയിന്റ് കറക്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു മുട്ടസൂചി, ഇവിടെ ഒരു മുട്ടസൂചി കുത്തിക്കോ, ഇവിടെ ഒരു മുട്ടസൂചി കുത്തിക്കോ. അപ്പോൾ അതങ്ങ് മൂവ് ചെയ്യാതിരുന്നുണ്ട്. കറക്റ്റ് നമ്മുടെ ഈ പോയിന്റ് സൂം ചെയ്തോട്ടോ. ഈ പോയിന്റ് കണ്ടോ, കറക്റ്റ് ഈ പോയിന്റ്. അപ്പോൾ ഇങ്ങനെ മുട്ടസൂചി 3 പോയിന്റിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് മുകളിൽ നിന്ന് തയ്ച്ചു തുടങ്ങും. ഇതുപോലെ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഞാനിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പ്രഷർ ഫുട്ട് അളവിലടിക്കുക. പ്രഷർ ഫുട്ട് അളവ് മീൻസ് എന്താ, ഇതുപോലെ അകത്ത് നിൽക്കണം. ഒരു പോയിന്റ് നമ്മൾ പുറത്ത് തുണി കിട്ടണം അല്ലേ. ഇതേ അളവിലാണ് എപ്പോഴും നിങ്ങൾ നെക്ക് തയ്ക്കുന്നത്. ഏത് നെക്ക് തയ്ച്ചാലും ഇതുപോലെ തന്നെ തയ്ക്കണം കേട്ടോ. ഇനി ഈ പോയിന്റ് ഉണ്ടോ, ഈ പോയിന്റ് വരെ ഇതുപോലെ വരണം, സ്ട്രൈറ്റായിട്ട് കണ്ടോ. ഇനി 1 2 നമ്മൾ ഇങ്ങോട്ട് 2 സൂചികൾ മാറ്റണം. എന്നിട്ട് വേണം നമ്മളിതിങ്ങോട്ട് ഈ പോയിന്റിലേക്ക് ഇറക്കിയെടുക്കാനുണ്ട്. ഈ പോയിന്റ് ഉണ്ടോ ഇങ്ങനെ, അതെന്തിനാന്ന് പറയും, 2 പോയിന്റ് കൂടെ ഇറക്കിയത് അവിടെ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടണം, കട്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് നമുക്ക് അപ്പോൾ വന്നില്ലെങ്കിൽ ഇത് വന്ന അതേ മെത്തേഡിൽ തന്നെ ഫുട്ട് ഇത് ഇങ്ങനെ നിൽക്കുക. ഒരു പോയിന്റ് നമുക്ക് പുറത്തേക്ക് നിൽക്കത്തക്ക വിധം, മനസ്സിലായോ? ഒരു പോയിന്റ് പുറത്ത് നിൽക്കത്തക്ക വിധം ടേപ്പ് ചെയ്യണം. പ്രഷർ ഫുട്ടിനെ നമ്മളൊരു വച്ചിരിക്കുന്നുണ്ടോ, ഇതേ മെത്തേഡിൽ തന്നെ അടിക്കുക. ഈ പോയിന്റ് വരുമ്പോൾ ആ പോയിന്റിൽ നമ്മൾ വന്നു 1 2 കണ്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ഇങ്ങോട്ട് തിരിക്കണം. വീണ്ടും അതേ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ ഫുട്ട്. ഞാൻ ഈ പറയുന്ന പോലെ ശ്രദ്ധിച്ചെടുക്കുക, നന്നായിട്ട് നിങ്ങൾക്ക് നെക്ക് തയ്ക്കാൻ പറ്റും. ഈ പോയിന്റ് വരുമ്പോൾ കണ്ടോ 1 2 ഓക്കെ, ഇങ്ങോട്ട് തിരിച്ചെടുക്കണം. കണ്ടോ, എന്നിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇപ്പോഴും വന്നുണ്ടോ ഒരേ അളവിൽ തന്നെ നമ്മുടെ പ്രഷർ ഫുട്ട് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ തയ്യൽ തുമ്പോൾ ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, 1/4 ഇഞ്ച് മൈനസ് ചെയ്തെടുത്താൽ മതി എന്ന് പറയുന്നത്. നെക്ക് വിട്ട് നെക്ക് ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് പ്ലസ് ചെയ്യാൻ പറഞ്ഞില്ലേ, അത് ഷോൾഡർ കൂട്ടി അടിക്കുമ്പോൾ ഇറക്കം കുറയും. ഇത് നമ്മൾ വിട്ട് കൂടുതൽ വരും. ഇതിങ്ങനെ സ്പേസ് ഇങ്ങനെ പോവല്ലേ, അതുകൊണ്ടാണ് 1/4 ഇഞ്ച് മൈനസ് ചെയ്തെടുക്കാൻ പറയുന്നത്. അത് ഈ പോയിന്റ് നമ്മളിങ്ങനെ കട്ട്സ് കൊടുക്കുക, ഈ പോയിന്റിൽ കട്ട്സ് കൊടുക്കുക, ഈ പോയിന്റിൽ കട്ട്സ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഷേപ്പ് ഉണ്ടാവും ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഓരോ ഇഞ്ച് സ്പേസിലേക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടില്ലാതെ കൊടുക്കാൻ പറ്റും. സ്റ്റിച്ച് തട്ടരുതൊക്കെ ഒരു കാരണവശാലും കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇപ്പോൾ നല്ല വശം ഉണ്ടാവും ഓപ്പോസിറ്റായിട്ട് വന്നിരിക്കുന്നതൊക്കെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങോട്ട് നല്ല വശത്തേക്ക് പിടിക്കണം. നല്ല വശത്തേക്ക് പിടിക്കുമ്പോൾ എന്താ ചെയ്യണമെന്നൊക്കെ, ഈ ഫിംഗർ ഞാൻ ഇങ്ങനെ ടൈറ്റ്, എപ്പോഴും നെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു ഫിംഗർ ഇതുപോലെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കണം കണ്ടോ. അപ്പം അകംവശം താഴേക്ക് പോയില്ലെന്നൊക്കെ അകത്തേക്ക് നന്നായിട്ട് പോകും. നല്ലതിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഈ താഴെ ഈ പീസിനെ ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങോട്ട് ടൈറ്റ് ആക്കുന്നുണ്ടോ, ഇങ്ങനെ വലിക്കുമ്പോൾ അതാണ് വലിഞ്ഞ് നന്നായി നിൽക്കുന്നത്. നമുക്ക് പ്രഷർ ഫുട്ട് അളവിലടിക്കാം കേട്ടോ. പ്രഷർ ഫുട്ട് അളവ് മീൻസ് പ്രഷർ ഫുട്ട് രണ്ടും അകത്ത് നിൽക്കണം, പുറത്തല്ല അകത്ത് നിൽക്കണം, പീസിൻ്റെ അകത്ത്. അപ്പോൾ ഒറ്റ തയ്യലിൽ നമുക്ക് തയ്ക്കാൻ പറ്റുന്നത്. ഇതുപോലെ അടിക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ അരികിലൂടെ അടിക്കാം കേട്ടോ. 2 രീതി നമുക്ക് അടിക്കുന്നുണ്ടോ. ഈ അരികിലൂടെ അടിച്ചു കൊടുക്കാം, പ്രഷർ ഫുട്ട് അളവിൽ അടിക്കാം കേട്ടോ. അങ്ങനെ അടിക്കണമെങ്കിൽ നമ്മുടെ ഫുട്ട് പുറത്ത് നിൽക്കണം കേട്ടോ. ഈ പോയിന്റ് വരുമ്പോൾ സൂചി 1 2 കണ്ട, ഇവിടെയും പോകണം 2 പോയിന്റ് താഴേക്ക്.
ഇനി അപ്പോഴെങ്കിലേ നമുക്ക് ആ സ്പേസ് ഇങ്ങനെ കറക്റ്റ് ആയിട്ടിട്ടുള്ളൂ. നമ്മുടെ ആ വി പോയിന്റ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിക്കണം. ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചോളണം കേട്ടോ. അപ്പോൾ പുട്ട് താഴേക്ക് പുറത്തേക്ക് പോയി അല്ല അകത്തേക്ക് പോയെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പറിച്ച് കുത്തി കൊടുക്കുന്നുണ്ട്. അരികിലൂടെ വരണേ. ആ പോയിന്റിൽ കുത്തി നിർത്തണം കേട്ടോ. കുത്തി നിർത്തിയിട്ട് ബാറ് പൊക്കിയെടുക്കണം. അതിനുശേഷം വേണ്ട ഇതുപോലെ കറക്റ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ടോ? കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴും പുട്ട് പുറത്താണോ നിൽക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം. പുറത്തല്ല നിൽക്കുന്നതെന്നൊക്കെ അല്ലെങ്കിൽ നമ്മൾ പറിച്ചെടുക്കണം. അതേ മെത്തേഡ് തന്നെ ഇങ്ങോട്ട് വരണം. ഇതുപോലെ ഇപ്പോൾ ഇവിടെ കണ്ടോ, ടൈറ്റ് ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ ഇങ്ങനെ പിടിക്കണം കേട്ടോ. കുത്തി നിർത്തി ബാറ് പൊക്കിയിട്ട് തിരിച്ച് തിരുന്നത്. ഇവിടെ കണ്ടോ ഫിംഗർ പിടിക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മുട്ടെടുക്കണം. അപ്പം നമ്മൾ അരികിലൂടെ നല്ല ഭംഗിയായിട്ട് തയ്ച്ചില്ല എന്നൊക്കെ നമ്മുടെ നെക്കിൻ്റെ പോയിന്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്ലൈൻ പതിച്ചടിക്കാം കേട്ടോ. ഇത് നമ്മൾ ചുരിദാറിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വേറെ കളറിട്ട് ചെയ്യുമ്പോൾ നല്ല ഹൈലൈറ്റിംഗ് ആയിട്ട് ഇരിക്കും കേട്ടോ. അതുപോലെ ഇങ്ങോട്ട് തിരിച്ചു ഇവിടെ നിന്ന് കൊടുക്കണം കേട്ടോ. ഇനി ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് കൊടുക്കണമെങ്കിലേ കറക്റ്റായിട്ട് വരുള്ളൂ. ഇവിടെ വരെ സ്ട്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് വരുന്നത്. ഈ പോയിന്റ് വരുമ്പോൾ അവിടെ കുത്തി നിർത്തണം. ബാറ് പൊക്കി വയ്ക്കണം. കണ്ടോ, ഇതൊക്കെ ചുളുക്ക് വരുവാണെങ്കിൽ നമ്മൾ വേണ്ട കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പിടിക്കുന്നുണ്ടോ. ടൈറ്റായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. അരികിലൂടെ അരികിലൂടെ തന്നെ തയ്ച്ചെടുക്കണം. കുത്തി നിർത്തി കണ്ടോ. ഇപ്പോൾ വേറെ തയ്യൽ തുമ്പ് നിൽക്കാതെ ഉണ്ടോ വരുന്നുണ്ടോ, അതുപോലെ വന്ന് നിൽക്കണം. അല്ലെങ്കിൽ വേറിട്ട് നിൽക്കും അതുപോലെ നിൽക്കും. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങോട്ട് വച്ചിട്ട് വേണ്ട ഈ അരികിലൂടെ തയ്ക്കും. ഈ അരികിലൂടെ തയ്ച്ചെടുക്കാം കേട്ടോ. അത് കണ്ടോ ഔട്ട്ലൈൻ ഫേസിങ് അടിക്കുന്നുണ്ടോ, അരികിലൂടെ അടിക്കുന്നുണ്ടോ. അത് നമ്മൾ നല്ല വശത്തേക്ക് അടിക്കുന്നതാണ് ഈ മെത്തേഡ്. അപ്പോൾ നമുക്ക് ചുരിദാറിനൊക്കെ ആയാലും നമുക്ക് നല്ല ഭംഗിക്ക് ഇതുപോലെ പ്ലെയിൻ ക്ലോത്ത് എടുത്തിട്ട് പ്രിൻറ്റഡ് ആയിട്ട് വർക്ക് ക്ലോത്ത് എടുത്തതുപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം പാച്ച് വർക്കായിട്ട്. പൗസ് ചെയ്ത് വെക്കല്ലേ, പൗസ് ചെയ്തല്ലേ. ഇതുണ്ട്. അപ്പോൾ നമ്മുടെ ആ നെക്ക് വന്നിരിക്കുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഭംഗിയായിട്ട് വന്നിരിക്കുന്നുണ്ട്.